കഴിഞ്ഞ ദിവസം കോഴിക്കോട് മെഡിക്കൽ കോളേജിലുണ്ടായ അപകടത്തിൽ രോഗികൾ മരിച്ചത് പുക ശ്വസിച്ചല്ലെന്ന പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഇന്നലെ മരിച്ച ഗോപാലൻ, ഗംഗാധരൻ, സുരേന്ദ്രൻ എന്നിവരുടെ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് പുറത്തുവന്നത്. 5 മരണങ്ങളാണ് അപകട സമയത്ത് ആശുപത്രിയിലുണ്ടായത്. കഴിഞ്ഞ ദിവസം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പുക ഉയർന്നതിനെ തുടർന്നുണ്ടായ സമയത്ത് മരിച്ച 5 പേരിലെ 3 പേരുടെ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് പുറത്തുവന്നത്. മരണകാരണം പുക ശ്വസിച്ചല്ല എന്നാണ് പ്രാഥമിക റിപ്പോർട്ട്. വെസ്റ്റ് ഹിൽ സ്വദേശി ഗോപാലൻ, മേപ്പയ്യൂർ സ്വദേശി ഗംഗാധരൻ, വടകര സ്വദേശി സുരേന്ദ്രൻ എന്നിവരുടെ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് പുറത്തുവന്നത്. മരിച്ചവരിൽ അർബുദ രോഗിയും കരൾ രോഗിയും ഗുരുതരമായി ന്യൂമോണിയ ബാധിച്ച വ്യക്തിയും ഉൾപ്പെട്ടിരുന്നു. ഇവരുടെ ആന്തരിക അവയവങ്ങൾ വിദഗ്ധ പരിശോധനയ്ക്ക് അയക്കും. സംഭവവുമായി ബന്ധപ്പെട്ട് പുക ഉയർന്ന റൂമിൽ ഫോറൻസിക് പരിശോധനയും നടന്നിരുന്നു. ഷോർട്ട് സർക്യൂട്ടോ ബാറ്ററിക്കുള്ളിലെ എന്തെങ്കിലും തകരാറുകൊണ്ടോ ആയിരിക്കാം പുക പടർന്നതെന്നാണ് PWD ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ പ്രാഥമിക റിപ്പോർട്ട്. ഇത് സംബന്ധിച്ച് സാങ്കേതിക റിപ്പോർട്ടുകൾ ആവശ്യമാണ്. MRI മെഷീനും UPS-നും 2026 ഒക്ടോബർ വരെ വാറണ്ടിയുണ്ട്. UPS-ഉം അനുബന്ധ ബാറ്ററികളും 6 മാസത്തിലൊരിക്കൽ ഏജൻസി പരിശോധിക്കാറുണ്ട്. എന്നാൽ ഒരു തരത്തിലുള്ള തകരാറും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതോടെ പുക കാരണമാണ് മരണം സംഭവിച്ചതെന്നുള്ള T സിദ്ദിഖ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷത്തിന്റെ വാദങ്ങളാണ് ഇതോടെ പൊളിഞ്ഞത്. കൈരളി ന്യൂസ്, കോഴിക്കോട്.